അതുപോലെ ഈ നക്ഷത്രം തീരെ ചെറുതാണെന്നല്ലേ നമ്മൾ വിചാരിക്കണം. പക്ഷേങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ഭൂമിയെക്കാളും സൂര്യനെക്കാളും വലിപ്പത്തിലുള്ള പല നക്ഷത്രങ്ങളും. ആ പക്ഷേങ്കിൽ ഈ ഭൂമി കണ്ട പരന്ന് പരന്ന് പരന്നല്ലേ കിടക്കുക. എന്നാലേ ഭൂമി പരന്നതല്ല, ഉരുണ്ടതാ. പന്ത് പോലും ഉരുണ്ട് ഉരുണ്ട് വാദിയാര് പള്ളിക്കൂടത്തിലെ വാദിയാര് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചു നോക്ക്. പഠിച്ചോട് ചെന്നിലെങ്കിലും അടിക്കും, കാണിച്ചാലും അടിക്കും. പ്രാർത്ഥന സരസ്വതി നമസ്തുഭ്യം. പിന്നെ പത്മനാഭദാസ് മൂലം തിരുന്നാലും മഹാരാജാവിനെ സ്തുതി പറയും. വാദ്യമാരെ പഠിപ്പിക്കാൻ വരുമ്പോ നമസ്തേ പറയണം, പാദവന്ദനം ചെയ്യണം. പിന്നെ ഹാജർ വിളിക്കണം. ആളല്ല, ഓരോരുത്തർ വന്നിട്ടുണ്ടാന്ന് പേര് വിളിച്ച് നോക്കണത്. ശ്രീനിവാസൻ അയ്യൻ മകൻ സുബ്രഹ്മണ്യൻ അയ്യർ എന്ന് വിളിക്കുമ്പോ ഞാൻ ഹാജരേ എന്ന് ഉറക്കെ പറയും. നിന്റെ അപ്പന്റെ പേര് എടുത്ത് വിളിക്കും. നിന്റെ അപ്പന്റെ ശരിക്കുള്ള പേര് പൂജാരേണല്ലേ? അപ്പോ പൂജാരൻ മകൾ പഞ്ചമി. പള്ളിക്കുളത്തിൽ പോയി പോയി നീ നീണ്ടു തുടങ്ങി മറന്നാടാ. നീ മറന്ന എടാ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാ ഇവറ്റളായിട്ട് സംസർഗം പാടുന്നത്? നിന്നെ പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടുണ്ടാ? അയ്യോ എന്തൊരു വിസുടി, എന്തൊരു വിസുടി. പോയി വിളിടാ മുല കുടിക്കാനായിട്ട്. പിന്നെ നിന്റെ കുടിയിലെ കിടാങ്ങളോട് പറയണം വേറെ മണത്തിലെ പിള്ളേരായിട്ടുള്ള വിടാൻ വേണം. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എല്ലാത്തിനും മുന്നേ ആദ്യങ്ങളെ. ആ പിന്നെ തലപ്പാവം വെച്ച് വില്ലുവണ്ടി കയറി വന്നെന്ന് പറഞ്ഞ് നീയൊന്നും നീയല്ലാതാവൂല. നടവരമ്പിലൂടെ ഈ ഉള്ളവരൊക്കെ നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് കടന്ന കൈയാണ്. നിങ്ങൾ മനുഷ്യരല്ലേ? കേട്ട് കിളവി കൊത്തി കൊത്തി പുറത്തി കയറി കൊത്തുന്നു. കാലികാലം കാലികാലം.
മെമ്പർ ാക്കന്മാര് മാത്രം നടക്കണ നടവരമ്പിലൂടെ വണ്ടി കയറി രാജാവിനെ പോലെ വന്ന ഇയാള് തടയാൻ വന്ന തമ്പ്രാക്കന്മാരെ നെല്ലു കൊണ്ടുതേട്ട പടയാണ്. എന്റെ ഇവിടെ പറഞ്ഞ ചാണ്ടി കൊച്ചാപ്പി അല്ലേ ഇരുന്ന വണ്ടി തെളിച്ചത്. ഓ എന്നിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ലേ? നാട് വാഴുന്ന പൊന്നമ്പ്ര പകച്ചു പോലും ഈടുന്ന തമ്പ്രാക്കന്മാര് കേട്ടില്ലേ? മാറും എല്ലാം മാറി വരും. ഇപ്പൊ തന്നെ എന്തുമാത്രം മാറിയിട്ടുണ്ട്. ഭാവിയപ്പൂപ്പ പറയണത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആളുകളെ കാവേരുടെ മുത്തിലൂടെ കുറിച്ച് യുദ്ധം വെക്കുന്ന കഥ രക്ഷപ്പെടാതിരിക്കാൻ കിട്ടുമ്പോലും കുട്ടിയോലെ കെട്ടിയോളെ കണ്ണി കണ്ടുകൊടുത്ത് വേറെ വേറെ കിട്ടും എന്നൊക്കെയുള്ള കഥ. അന്നടിമ ഇന്നടിയാണ്. 4 അക്ഷരം പഠിക്കാൻ സമ്മതിക്കാത്തതും അതുകൊണ്ട് തന്നെ. നമ്മൾ പഠിക്കാൻ പോയാ കണ്ടത്ത് മുന്നിപ്പോയി കൊടുക്കുക തമ്പ്രാക്കന്മാരെ വേണ്ടി. ലോകം കൂടാൻ പോയിട്ട് ഇന്നരായോ അതുകൊണ്ട് ഒരു ചൂട്ട് കേട്ടോ അത് അണ്ണനായിരിക്കും. അമ്പലത്തിലെ പെൺപള്ളിക്കൂടത്തിൽ ചെന്ന് കയറേ ഏതോ ഒരു സാഹിബിന്റെ മെച്ച എന്തൊരു ഒരു ഉത്തരവുണ്ട്. ഇല്ല മക്ക ഇല്ല. അഥവാ വന്നാലേ മൂത്ത വീട് വണ്ടി കയറി വന്ന് എല്ലാരും തല്ലി ഒട്ടിക്കും. ഞാൻ വരണ വഴിക്ക് മുക്കിക്കടയിൽ കയറി മക്കൾക്ക് ഒരു കുട്ടി ഒക്കെ തോർത്ത കൊണ്ട് മാറ്റരുത്. ഇതൊക്കെ എത്തി വേണമെന്നാണ് പള്ളിക്കൂടത്തിൽ പോവാൻ. മക്ക ഇതൊക്കെ ഇട്ടിട്ട് വന്നാണ് അപ്പൊ കാണട്ടെ. ആ കൊച്ചപ്പിള്ള അന്നത്തേരെ ആളങ്ങാനും കണ്ട തുണി മാറ്റിയത് എനിക്ക് ഇപ്പൊ തന്നെ അങ്ങനത്തെ ചെവിയിലെത്തും. പിന്നെ പുകിലാവും. അത് നമ്മൾ ഒറ്റക്കല്ലേ പോണത്. ഞാൻ വരണ വഴിക്ക് ഒറ്റ കാളി വീടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് നാളെ തന്നെ എത്തുള്ളൂ.
വരുമെന്നാ പറഞ്ഞേ. വരും. മൂത്ത പിള്ള വാക്ക് പറഞ്ഞ വാക്ക്. പുത്തനുടുപ്പും മുണ്ടും പുസ്തകമൊക്കെ കൊടുത്തയച്ചിട്ട് വരാതിരിക്കില്ല. അണ്ണാ! കൊച്ചുപിള്ളേർക്കൊക്കെ അട്ടയെ എങ്ങനെയാ അറിഞ്ഞിരിക്കണേ? പട്ടക്കാല് ഒരു കൂട്ടം പതുങ്ങിയിരിക്കുന്നു. നമുക്ക് ആളോണ്ടല്ലേ കാണാം. വരണേ, വാ. മക്ക, സങ്കടപ്പെടാതെ. നല്ല കാര്യത്തിൽ പോകുമ്പോ കുളിച്ചാണോ പോണത്? കണ്ടിത്തോളാം. ഞാൻ പറയണത് നമുക്ക് കൊച്ചിനെ കൊണ്ടൊക്കെ പോവാം. മൂത്ത പിള്ളേർക്ക് എത്തിക്കോളും. എങ്ങനെ ഇവിടെ നനഞ്ഞ അങ്ങനത്തെ മാതിരി പോയി കളയട്ടെ. നമ്മുടെ കയ്യിലൂടെ ഒഴുകുന്നത് ചോരൊന്നുണ്ടായി കാര്യം തൂമ്പ പിടിക്കണ കൈകളാ. എന്നാലും നമ്മൾ അതേ കാര്യടിച്ചെന്ന് പറഞ്ഞതിനൊക്കെ ഒന്നും വന്നില്ലല്ലേ. വില്ലുവണ്ടി കൊണ്ട് അമ്മാവൻ വന്ന് പള്ളിക്കൂടത്തിൽ കൊണ്ടുപോണത് കൊച്ച് എത്ര കനവ് കണ്ടു. ഒരു പണിയുള്ളതല്ലേ. വരും. വരാതിരിക്കൂല. ഇനി കാത്തു നിന്ന് നേരം വരാണ്ട് നമുക്ക് പോകാം. മൂത്തപിള്ള എത്തിക്കോളും. വാ കൊച്ചേ. അയ്യോ! അണ്ണാ! അണ്ണാ! ധൈര്യത്തിലാണോ? പിടി. ഏയ്! അമ്മേ! അയ്യോ! അമ്മേ! അയ്യോ! അയ്യോ! അയ്യാ! അമ്മേ! നേരമായി മണിമുഴങ്ങുവാൻ നേരം കളയാതെ നമ്മൾ പോയിടേണം.